ഞാനേ ആ രേണുവിന്റെ വീടിന്റെ വിഷയം എന്താണ് അതിന് തീരെ തലങ്ങല്ലേ. വെറുതെ ഫ്രീ ആയിട്ട് ദയ തോന്നി കൊടുത്താണല്ലോ നാട്ടുകാരും ഈ മനുഷ്യനൊക്കെ. എന്നിട്ട് ഓൽക്കെതിരെ ഇപ്പൊ കേസാണല്ലോ. വീടിനില്ലാത്ത കുറ്റല്ല, വീടിനില്ലാത്ത കുറ്റല്ല, എന്താ അല്ല ദാനായിട്ട് കിട്ടിയതല്ലേ. അതായത് സുധിനോടുള്ള ആരാധന മൂത്തിട്ടേ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ ആയിട്ട് സഹായിച്ചുണ്ടാക്കിയ വീടാ. അപ്പം സഹായമായിട്ട് കിട്ടിയ വീടല്ലേ, അതിന് കുറ്റം കുറവും പറയാൻ പാടുണ്ടോ? ഓക്ക് നല്ലൊരു ജോലി ഉണ്ട് ഇപ്പോ. ഓളെന്താ ഫാൻ കറങ്ങണില്ല, മോട്ടർ കിടന്ന്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. വീടില്ലാത്ത എത്ര ആൾക്കാരുണ്ടായാലും ചെറിയൊരു ഒറ്റ മുറി വീട് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉള്ള ആൾക്കാർ. പക്ഷെ ഇത്രയും നല്ല എന്തൊരു നല്ല രസമുള്ള വീടത്, എന്താ എല്ലാ സൗകര്യത്തോടു കൂടി. അതിൽ ബാത്റൂമിൽ ഉപയോഗിക്കണ എന്താ കപ്പ് വരെ ഓല് ഫ്രീ ആയിട്ട് കൊടുത്തതാ. എന്താ എല്ലാം വാങ്ങി കൊടുത്തിട്ട് ബക്കറ്റ് പൊട്ടീനോ, കപ്പ് വേഗം പൊട്ടീനോ, എന്തൊക്കെയാണോ പ്രശ്നം പറയണേ. ഞാനെന്താ പറയുന്ന ചെറ്റത്തരം, അല്ലാതെ എന്താണ്. തെരുവിക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയെന്ന് കൈ പിടിച്ച് ഉയർത്തിയിട്ട് നല്ലൊരു വീട് കൊടുത്ത് കിടത്തിയതാണ് അവളെ. എന്നിട്ട് ഓളും മാതിരി ചെറ്റത്തരം ചെയ്താൽ ആരായാലും പ്രതികരിക്കൂല. ഇപ്പോൾ ഓളാണ് വിഷയം സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് ആൾക്കാർ അവളെ താങ്ങാനുണ്ടായിനി ആദ്യം. ഇപ്പം ആളൊന്നും കാണില്ല. ഈ വീട് ഫ്രീ ആയിട്ട് കിട്ടിയ വീടല്ലേ, അപ്പം അതിലെന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ പൈസ എടുത്ത് മുടക്കുക. വരുമാനം ഉണ്ടല്ലോ. അപ്പം വരുമാനം ഇല്ലാതെ വീട്ടിൽ ഒരു ജോലിയും കൂലി ഇല്ലാതെ നിൽക്കുന്ന പെണ്ണാണെങ്കിൽ പിന്നെ സഹായം ചോദിച്ച് വിളിക്കുക ചെയ്യുക. പക്ഷെ ഇത് സഹായം ചോദിച്ചല്ലോ വിളിച്ച് ഭീഷണിയാണോല്ലോ. എന്താ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നാറ്റിച്ചും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഭീഷണി. നിങ്ങളെ ക്രെഡിബിലിറ്റി തകർക്കും ഈ വീട് എടുത്തു കൊടുത്ത ടീമിനെ. അതൊക്കെയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ അതിൻ്റെ ഇടയിൽ ഓളെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എന്തോ വലിയ സംഭവം പോലെ മൂപ്പര് വന്നിട്ട് ആ വീട്ടിൽ മൂപ്പരാണ് അത് എന്താ നെയ്ച്ചുണ്ടാക്കി എടുത്ത വീട് എന്നൊക്കെ എന്താ എന്നുള്ള ലെവലിൽ പൈസ കൊടുത്ത് വാങ്ങിയ വീടിന് ഉള്ള ഒരു പോരായ്മ വിളിച്ച് പറയണ പോലെ അങ്ങനെ എന്തൊക്കെ ബക്കറ്റ് കേട് അവിടെ എന്താ ആണി അടിക്കാൻ കഴിയണില്ല, ഫാന് കറങ്ങണില്ല, ഫാൻ മേലൊക്കെ വീണ് പല പ്രശ്നങ്ങളാണ്. എന്താ കുട്ടീനെ നോക്കുക ചെറിയ കുട്ടീനെ ആരാ നോക്കുക എന്നുള്ളൊരു പരാതി അവിടെ ഉണ്ട്. ചെറിയ കുട്ടീനെ നോക്കാനല്ലേ എന്താ ഓക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ, ചെറിയ കുട്ടീനെ നോക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഓളച്ഛനും അമ്മയും ആ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞു. എന്താ അച്ഛന് അത്യാവശ്യം പ്രായമുണ്ട് ശരി തന്നെയാണ്, പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇനി ഈ ടീമിന് പറ്റിയൊരു തെറ്റെന്താണെന്നറിയാം. വീട് കിച്ചുവിൻ്റെ പേരിൽ കൊടുക്കേണ്ടി ഇനി എഴുതുമ്പോൾ. കാരണം എന്താ സുധിൻ്റെ ചെറിയ മകനെ നോക്കാൻ അമ്മ ഉണ്ടല്ലോ, കിച്ചുവിനല്ല അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തേ. അപ്പോൾ കിച്ചുവിൻ്റെ പേരിൽ കൊടുക്കേണ്ടി ഇനി. ആ കിച്ചു അവിടെ നിൽക്കില്ല എന്നാണ് കേട്ടത് വിവരം. പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയതാണ്, അച്ഛൻ്റെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്താ സത്യാവസ്ഥ നമുക്കാർക്കും അറിയില്ല. അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ.